ഏവർക്കും ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യൂട്യൂബിലൂടെ ഇതുവരെയും ആരും നൽകാത്തത് നമുക്കൊന്ന് രുചിച്ചു നോക്കാം. കുരിശ് നൂറ്റാണ്ടുകളായി പലരുടെയും മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി നിന്നിട്ടുണ്ട്, ക്രൈസ്തവരുടെ പോലും. അതുപോലെ തന്നെയാണ് കുരിശിന്റെ വഴിയും. കുരിശിന്റെ വഴി എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല. ആ സ്ഥലങ്ങളെ പറ്റി അറിയില്ല. ഈ സ്ഥലങ്ങളെല്ലാം ബൈബിളിലുള്ളതാണോ അതും അറിയില്ല. നാം വർഷങ്ങളായി വായിക്കുന്ന കുരിശിന്റെ വഴി എന്നാണ് തുടങ്ങിയത്, എന്നു മുതലാണ് നാം വായിച്ചു തുടങ്ങിയത്, ആരാണ് എഴുതിയത്, ആരാണ് സംഗീതം എഴുതിയത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വഴിയാണ് പുതിയ വീഡിയോ പറയാം അല്ലേ? പക്ഷെ കംപ്ലീറ്റ് മാറിയ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുരിശിന്റെ വഴിയാണ്. കുരിശിന്റെ വഴി വന്ന വഴിയാണ് ഞാൻ പറയുന്നതും നാം അറിയുന്നതും. എല്ലാ കുരിശിന്റെ വഴിയും ആരംഭിക്കുന്നത് പീലാത്തോസിന്റെ അരമനയിൽ നിന്നാണ്, അതായത് പ്രിത്തോറിയത്തിൽ നിന്നാണ്. എന്നാൽ നാം അവിടെ നിന്നല്ല ആരംഭിക്കുന്നത്, ഗാഗുത്ത മലയിൽ നിന്നാണ്, കാൽവരി മലയിൽ നിന്നാണ്. ഗാഗുത്തയും കാൽവരിയും ഒന്ന് തന്നെയാണ്. ഗാഗുത്ത എന്നത് അരമായിക്ക് ഭാഷയിലുള്ളതാണ്, എന്നാൽ കാൽവരിയായോ ലത്തിൻ ഭാഷയിലുള്ളതാണ്. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. പ്ലേസ് ഓഫ് സ്കൾ എന്നാണ്, തലയോടിടം, തലയോട്ടിന്റെ സ്ഥലം, തലയോട്ടിന്റെ രൂപമാണ് ആ കുന്നിന് എന്നും പറയുന്നു. 4 സമാന്തര സുവിശേഷങ്ങളിലും ഒരേ സ്ഥലങ്ങളാണ് പറയുന്നത്. മലയാണെന്ന് വിശദമാക്കുന്നില്ലെങ്കിലും മലയാണ് എന്ന് തന്നെയാണ് നാം എല്ലാം പറഞ്ഞ് വരുന്നത്. ഗാഗുൽത്ത അല്ലെങ്കിൽ ഗോൽഗത്ത, ഇത് സുറിയാനി പദത്തോട് ബന്ധമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അരമായിക്ക് എന്നത് സുറിയാനി ഭാഷയുടെ പ്രാക് രൂപമാണ്. ആയതുകൊണ്ടാണ് ഗാഗുൽത്ത സുറിയാനി പാരമ്പര്യങ്ങളിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം തലയോട്ടിയുടെ സ്ഥലം എന്ന് തന്നെയാണ്. ഈ സ്ഥലം എവിടെയാണ്? യേശുക്രിസ്തുവിനെ ക്രൂശിച്ച ഈ ഗാഗുൽത്ത ജെറുസലേം നഗര മതിലുകൾക്ക് പുറത്തുള്ള സ്ഥലത്തിന്റെ ഒരു പുരാതന നാമം. അരമായിക് ഭാഷയിൽ ഗുൽഗൽത്ത എന്ന് പറയെങ്കിലും എബ്രായ ഭാഷയിൽ ഗുൽഗുലെ എന്നുകൂടിയാണ് ഇതിനെ പറയുന്നത്. പഴയ കാലത്ത് ശിക്ഷകൾ നടത്തിയെന്നത്, അതായത് കുരിശ് മരണം നടത്തിയിരുന്ന സ്ഥലമായിരുന്നു ഈ ഗാൽഗുത്ത. തലയോട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരർത്ഥത്തിട്ട് വരുന്ന ഇതാണ്, ആദാമിന്റെ തലയോട് കുഴിച്ചിട്ട സ്ഥലമാണ് ഇതെന്ന് പറയാം. അതിന് മുകളിലാണ് ക്രിസ്തുവിന്റെ കുരിശ് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്നീ സ്ഥലം ജെറുസലേമിലെ ഹോളി സെപ്പൽച്ചർ പള്ളിക്കുള്ളിൽ അടച്ചിരിക്കുന്നതായാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി നാം കുരിശിന്റെ വഴിയിലേക്ക് വരികയാണ്. കുരിശിന്റെ വഴിയുടെ ചരിത്രങ്ങളിലേക്ക് വരികയാണ്. ആബേലച്ചന്റെ ആ കുരിശിന്റെ വഴിയിലെ ഗാനം ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. കുരിശിൽ മരിച്ചവനെ, കുരിശാലെ വിജയം വരിച്ചവനെ. ഈ വരികൾ ഓരോ ക്രൈസ്തവന്റെയും നാവിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നവയാണ്. യേശുവിന്റെ പീഡാസഹനങ്ങളും കാൽവരി യാത്രയും കുരിശുമരണവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനാനുഭവമാണിത്. ഒരിക്കൽ ഫ്രാൻസിസ് പാപ്പയോട് ഒരു കുട്ടികൾ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. പ്രിയപ്പെട്ട പാപ്പ, അങ്ങ് സാധാരണയായി എന്താണ് പ്രാർത്ഥിക്കുന്നത്? അതിന് മറുപടിയായി പാപ്പ പറഞ്ഞത്, താൻ കുരിശിന്റെ വഴിയുടെ ഒരു ചെറിയ പുസ്തകം എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാറുണ്ടെന്നും കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പാപ്പയ്ക്ക് വളരെ
ഗുണം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. തിരുസഭ വിലമതിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്തമുറയാണ് കുരിശിന്റെ വഴി. വിശുദ്ധരെല്ലാം തന്നെ കുരിശിന്റെ വഴിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ആ വഴിയിലൂടെ സഞ്ചരിച്ചവരാണ് ഓരോ വിശുദ്ധരും എന്ന് കൂടി അറിയണേ. കുരിശിന്റെ വഴി അനുഭവിക്കുന്നതിന് ഹൃദയം തരളിതമാക്കാറുണ്ട്. ആ പ്രാർത്ഥനകളും ആ ഗാനങ്ങളും ഒരു തുള്ളിയെങ്കിലും കണ്ണുനീർ പൊഴിക്കാതെ കുരിശിന്റെ വഴി ഇന്നും നമ്മൾക്ക് ചൊല്ലിത്തീർക്കാനാവില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്ന കാലത്താണ് ഞങ്ങളുടെയൊക്കെ കൂട്ടുകാരിയായ വത്സല ചേച്ചി വന്നത്. ഒരു ഹൈന്ദവ സ്ത്രീയാണ്. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് ദുഃഖവെള്ളിയാഴ്ചയാണ് അദ്ദേഹം എത്തിയത്. ഞങ്ങൾ എല്ലാവരും കൂടി കുരിശിന്റെ വഴി ചൊല്ലുകയായിരുന്നു. അപ്പൊ കുരിശിന്റെ വഴി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വത്സല ചേച്ചിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞ് ഒഴുകുകയാണ്. ചോദിച്ചപ്പോൾ പറയാണ്, അത്രയധികം ഫീൽ ചെയ്തു എന്ന് പറയുക. ആ ക്രിസ്തു അനുഭവിച്ച ആ പീഡാനുഭവങ്ങൾ തൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന് പറയുന്നത്. അതെ, നമ്മുടെ കുരിശിന്റെ വഴി ഹൃദയത്തെ തകർക്കുന്ന ഒന്ന് തന്നെയാണ്. വഴിയിൽ നാം കണ്ണുനീർ പൊഴിക്കുന്നെങ്കിൽ അതിന് കടപ്പാടുള്ളത് ഒരാളുണ്ട്, ആപ്പേലച്ചൻ. പരേതാത്മാവായ നമ്മുടെ ബഹുമാനപ്പെട്ട ആപ്പേലച്ചനോട് ഞാനും നിങ്ങളും കടപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. കുരിശിന്റെ വഴിക്ക് ഒരു ആമുഖം എഴുതേണ്ടതില്ലെങ്കിലും എൻ്റെ കുടുംബത്തിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും മക്കളും കൂടി ഒരു തീരുമാനമെടുത്തു. ഒരു സർപ്രൈസ് മമ്മയ്ക്ക് കൊടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ടൂറ് പോയി നെല്ലിയാമ്പതിക്ക്. എൻ്റെ വൈഫ് ബിനോസ് പഠിച്ചിരുന്നതും ജനിച്ചതും ഒക്കെ നെല്ലിയാമ്പതിയിലാണ്. ഞങ്ങളങ്ങനെ ടൂറ് നെല്ലിയാമ്പതി പോയിട്ട് ആദ്യം കൊണ്ടുപോയത് അദ്ദേഹം ജനിച്ച ഹോസ്പിറ്റലാണ്, പിന്നെ കൊണ്ടുപോകുന്നത് ആ വീട്ടിലാണ്, പിന്നെ കൊണ്ടുപോകുന്നത് പഠിച്ചിരുന്ന സ്കൂളിലാണ്, നടന്നിരുന്ന വഴിയിലാണ്. ആ വഴിയിലും സ്കൂളിലും വീട്ടിലും ആ പരിസരങ്ങളിൽ ചെന്നപ്പോൾ ബിനൂസ് ഭയങ്കര സന്തോഷം, തുള്ളിച്ചാടുകയായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഒരു ഗൃഹാതുരത്വം അദ്ദേഹത്തെ ഉണർത്തുകയായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന അതുപോലെ തന്നെ ഓർമ്മകൾ ഞങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഓരോ കാര്യവും ചൂണ്ടി ചൂണ്ടി കാണിക്കുകയും താൻ നടന്ന വഴിയും താൻ തേയിലത്തോട്ടങ്ങളുടെ ഇടയ്ക്ക് ഒളിച്ചിരുന്ന കാര്യവും ഒക്കെ ഞങ്ങളോട് ഭയങ്കര സന്തോഷത്തോടെയാണ് പറഞ്ഞത്. അത് കണ്ടപ്പോൾ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയി. ആ കാലത്ത് ഞങ്ങളും ബിനൂസിനോടൊപ്പം ഉണ്ടായിരുന്ന പ്രതീതി ജനിപ്പിച്ചു. ആ വിവരണങ്ങളിലൂടെ, ആ സ്ഥലങ്ങൾ കണ്ടതിലൂടെ, ആ സ്ഥലങ്ങളിലെ പാദസ്പർശനത്തിലൂടെ, ആ വീടിന്റെയും ചുറ്റുപാടുകളുടെയും ഗതകാല സ്മരണകളുടെയും സാന്നിധ്യത്തിലൂടെ ഞങ്ങൾക്ക് അന്ന് ജീവിച്ച ആ ഒരു അനുഭവത്തിലേക്ക് എത്തി. ഇത്രയും പറഞ്ഞത് ആ അനുഭവത്തിന്റെ മധുരിമ എത്രത്തോളം ഞങ്ങളുടെ ഹൃദയം ഏറ്റുവാങ്ങി എന്ന് അറിയിക്കാനാണ്. ഇത് കേവലം ഒരു നിസ്സാരമായ ഒന്നാകാം, എന്നാൽ ഇനി പറയാനുള്ളതോ ലോകൈക രക്ഷകനായ നമ്മുടെ ക്രൂശിതന്റെ വഴിയെ പറ്റിയാണ്. ആ ക്രൂശിന്റെ വഴിയിലെ അനുഗ്രഹ പ്രാർത്ഥനയെ പറ്റിയാണ്. കുരിശിന്റെ വഴിയിലെ ഓരോ സ്ഥലങ്ങളിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുകയാണ്. അന്നത്തെ കാലത്തിലേക്കും കാലഘട്ടത്തിലേക്കും അവസ്ഥയിലേക്കും നാം അലിഞ്ഞു ചേരുകയാണ്. വിശുദ്ധ നാട് സന്ദർശിക്കുന്നവർക്കും ഈ അനുഭവങ്ങൾ തന്നെയായിരിക്കും അവർക്ക് ഉണ്ടാവുന്നതും. നമ്മുടെയൊക്കെ ചുമലിൽ മരക്കുരിശും തലയിൽ മുൾക്കിരീടവും ശരീരത്തിൽ അനേകം പീഡനങ്ങളും ഏറ്റി യേശുവിൻ്റെ രക്തം തുടയ്ക്കാനുള്ള തുവാലയുമായി ആ ദുഃഖത്തിന്റെ പാതയിലൂടെ കുരിശു ചുമയ്ക്കാൻ സഹായിച്ച സിമിയോനെ പോലെ കാൽവരുടെ മലയുടെ മുകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന കുരിശിന്റെ വഴിയുടെ ചരിത്രം വളരെ ചുരുങ്ങിയ വാക്കുകളോടെ ഞാൻ നിങ്ങളിലേക്ക് നൽകുകയാണ്. കുരിശിന്റെ വഴിയുടെ അറിവുകൾക്കായി കുരിശിന്റെ വഴികളിലൂടെ നമുക്കും കണ്ണോടിക്കാം, സഞ്ചരിക്കാം. നമ്മളിലേക്ക് ഈ കുരിശിന്റെ വഴി വന്ന വഴിയറിയാം. ക്രൈസ്തവ വിശ്വാസികൾ കുരിശിന്റെ വഴി തുടങ്ങിയത് 4-ാം നൂറ്റാണ്ട് മുതലെന്നാണ് ചരിത്രമെങ്കിലും ആദ്യ നൂറ്റാണ്ട് മുതലേ ഉണ്ടെന്നാണ് വിശ്വാസം.
ജെറുസലേമിലെ ആദ്യ ക്രൈസ്തവർ ക്രിസ്തു നടന്ന വഴിയിൽ നടക്കുവാൻ തുടങ്ങിയതോടെയാണ് കുരിശിന്റെ വഴി തുടങ്ങുന്നത്. അന്നത്തെ ഓരോ സ്ഥലങ്ങളും പീഡനങ്ങളും മറ്റും ഹൃദയത്തിൽ ഏറ്റിയാവണം അവർ കുരിശിന്റെ വഴി നടന്നതെന്ന് നമ്മൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 250 വർഷത്തെ കിരാതമായ മതപീഡനങ്ങൾക്ക് ശേഷം റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ഒന്നാമന്റെ കാലത്ത് ദൈവത്തെ ആരാധിക്കുന്നതിന് ക്രൈസ്തവരെ അനുവദിച്ചു. അതായത് AD 313 മിലാൻ വിളംബരത്തിലൂടെ ക്രൈസ്തവ മതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ AD 313 അദ്ദേഹം ക്രിസ്തുവിന്റെ കബറിടം ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നിടത്ത് ഒരു ദേവാലയം പണികഴിപ്പിച്ചു. ചർച്ച് ഓഫ് ഹോളി സെപ്റ്റർ, അതായത് പരിശുദ്ധ ശവകുടീര ദേവാലയം. ഈ ദേവാലയം പണി കഴിഞ്ഞതോടുകൂടി വിശുദ്ധ ഭാരത്തിൽ വിശ്വാസികൾ പല ദേശങ്ങളിൽ നിന്നും അങ്ങോട്ട് പ്രദക്ഷിണയായി പ്രവഹിച്ചു തുടങ്ങി. കുരിശിന്റെ വഴി അവിടെ തുടങ്ങി എന്ന് പറയാനാകും. വർഷങ്ങൾക്ക് ശേഷം പെസഹ ദിനം രാത്രി വിശ്വാസികൾ അവിടെ ഒരുമിച്ച് കൂടി പ്രത്യേക പ്രാർത്ഥന നടത്തി ഗെത്സമനയിലേക്ക് പോകാൻ ആരംഭിച്ചു. പിന്നീട് അത് ജെറുസലേം നഗരത്തിലേക്ക് നീണ്ടു. പീലാത്തോസ് യേശുവിനെ കുരിശുമരത്തിൽ വിധിച്ച കൊട്ടാരത്തിൽ നിന്നും, അതായത് പ്രിത്തോറിയത്തിൽ നിന്നും 800 മീറ്ററോളം ദൂരമുള്ള കാൽവരിയിലേക്ക് വിശ്വാസികൾ നടന്നു തുടങ്ങി. 800 മീറ്ററോളം ദൂരമേ ഉള്ളൂ. കുരിശിന്റെ വഴിയിലൂടെ പോകുമ്പോൾ തീർച്ചയായും ഇതേപ്പറ്റി കൂടി അറിയേണ്ടതുണ്ട്. ഇത്രയും ദൂരമേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ ഈശോയുടെ അവസ്ഥയും വഴികളും ചുമക്കേണ്ട ഭാരവും കൂടി കണക്കിലെടുക്കണം. പാറക്കല്ലുകളും കുണ്ടും കുഴികളും നിറഞ്ഞ ദുസ്സഹമായ വഴി. തലേ ദിവസം അന്ത്യത്താഴത്തിൽ മാത്രമാണ് ഈശോ ഭക്ഷണം കഴിച്ചിരുന്നത്. അതിനുശേഷം ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ 2 ദിവസത്തെ ഉറക്കമില്ലായ്മ, കൂടാതെ ശരീരത്തിലെ മാംസം കൊത്തുവലിക്കുന്ന മാരകമായ ചമ്മട്ടിയാലുള്ള പീഡനങ്ങൾ ഏറ്റ് തളർന്ന അവസ്ഥ, ഇതെല്ലാം കൂടുമ്പോൾ ഒരടി പോലും മുന്നോട്ട് ചലിക്കാനാവാത്ത അവസ്ഥ തന്നെയാണ്. ഒരു മനുഷ്യന്റെ 1.5 ഇരട്ടി ഭാരം പോലും എടുക്കാൻ ഒരു സാധാരണ മനുഷ്യൻ കഴിയില്ല. അപ്പോഴാണ് 2 ഇരട്ടിയോളം ഭാരമുള്ള മരക്കുരിശ്, അതായത് കുരിശിന്റെ നെടുനീളം ഭാഗമാണ് ഈശോയെ കൊണ്ട് എടുപ്പിച്ചത്. 135 കിലോഗ്രാം ഭാരമുണ്ടെന്നാണ് അറിയുന്നത്. കുറുകയുടെ കഷ്ണം കൂടി കൂട്ടിയാൽ 180 കിലോഗ്രാം ഭാരം വരും. അത് ഈ നിലയിൽ ഈശോയ്ക്ക് ചുമക്കാനാകില്ലെന്ന് അവർക്കറിയാം. 800 മീറ്റർ നിരപ്പായ സ്ഥലവുമല്ല, 250 മീറ്ററിലധികം കയറ്റമാണ്. ഗാഗുത്ത മലയുമാണ്. 800 മീറ്റർ എന്നത് ഈശോയെ സംബന്ധിച്ചിടത്തോളം 8 കിലോമീറ്റർ ദൂരം പോലെ തന്നെയാകും എന്ന് ചിന്തിക്കുക. ജെറുസലേമിലെ പഴയ നഗരപാതയിലൂടെ ക്രിസ്തു കാൽവരിയിലേക്ക് നടന്ന വഴിയിലൂടെ തീർത്ഥാടകർ നടന്നു. ആ വഴി ഇപ്പോഴും ദുഃഖത്തിന്റെ പാത എന്ന് വിളിക്കപ്പെടുന്നു. തുടർന്ന് ക്രിസ്തുവിന്റെ കാൽവരിയിലേക്കുള്ള യാത്രയിലെ സുപ്രധാന സംഭവങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ധ്യാനിച്ചു. ഇതേ സ്ഥലം തന്നെയാണോ അതെന്ന് കൃത്യമായി കണ്ടെത്തുവാൻ അന്ന് കഴിയുമായിരുന്നില്ല. കാരണം AD 70 റോമൻ പട്ടാളം പഴയ ജെറുസലേമിനെയും ഇടിച്ചു നിർത്തി ആദ്യം ഉണ്ടായിരുന്ന ദേവാലയം തകർക്കുകയും പകരം റോമൻ ദേവതയുടെയും ക്ഷേത്രങ്ങൾ അന്ന് തൽസ്ഥാനത്ത് പണിതിരുന്നു. ആയതിനാൽ ഈശോ കുരിശിൽ ചുമന്ന് നടന്ന സംഭവ സ്ഥലങ്ങളെല്ലാം പിന്നീട് കണക്കുകൾ കൂട്ടി അനുമാനിക്കുകയായിരുന്നു. യൂറോപ്പിൽ നിന്നും വിശുദ്ധ നാട്ടിൽ സന്ദർശനം നടത്തി മടങ്ങിയ തീർത്ഥാടകർ ക്രിസ്തുവിന്റെ കബറിടത്തിൽ എരിയുന്ന തിരിയിൽ നിന്നും കത്തിച്ചെടുത്ത തീയും അവിടുത്തെ കല്ലുകളും മണ്ണും മറ്റ് തിരിശേഷിപ്പുകളും എടുത്തുകൊണ്ട് പോയിരുന്നു. അത് സ്വന്തം നാട്ടിൽ വിശുദ്ധ നാട്ടിയതുപോലെ തന്നെ സ്ഥലങ്ങൾ സൃഷ്ടിച്ചു. കുരിശിന്റെ വഴിയോടുള്ള ഭക്തി കൂടുതൽ പ്രചാരത്തിലാകുന്നത് 1342 മുതലാണ്. ഫ്രാൻസിസ്കൻ വൈദികർക്ക് വിശുദ്ധ നാട്ടിലെ വിശുദ്ധ സ്ഥലങ്ങൾ 2 നൂറ്റാണ്ടോളം കാലയളവിൽ ഏൽപ്പിച്ചു കൊടുത്തതോടെയാണ് അത്. കുരിശിന്റെ വഴിയുടെ സ്ഥലങ്ങൾ ഫ്രാൻസിസ്കൻ വൈദികർ വെഞ്ചരിക്കുന്ന പതിവ് അന്ന് ആരംഭിച്ചു.
ആദ്യത്തെ ലൈവ് ക്രിസ്മസ് ക്ലബിന് തുടക്കം കുറിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആണ് കുരിശിന്റെ വഴിയിലെ ആദ്യകാല പ്രാർത്ഥനകൾക്ക് തുടക്കമേകിയത് എന്നും പറയപ്പെടുന്നുണ്ട്. കുരിശിന്റെ വഴിയിലെ സ്ഥലങ്ങളുടെ എണ്ണം പല രേഖകളിലും പലതാണ്. ചിലതിൽ 34 സ്ഥലങ്ങൾ വരെ. ആദ്യത്തെ ജപമാലയിൽ 150 മണികൾ പോലെ. കുരിശിന്റെ വഴിയിലെ ഒന്നാം സ്ഥലം എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് 15-ാം നൂറ്റാണ്ടിലാണ്. 15-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ നാട് സന്ദർശിച്ച വില്യം വേ ആണ് ആ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. ഇന്ന് നാം ദേവാലയങ്ങൾ കാണുന്നത് പോലെയുള്ള കുരിശിന്റെ വഴിയിലെ സ്ഥലങ്ങൾ സ്ഥാപിക്കാൻ അനുവാദം നൽകിയത് 1686 പോപ്പ് ഇന്നസെന്റ് 11-ാമനാണ്. ഫ്രാൻസിസ്കൻ വൈദികർ സ്ഥാപിച്ച ദേവാലയത്തിലെ കുരിശിന്റെ വഴിയിലെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വിശുദ്ധ നാട്ടിലെ കുരിശിന്റെ വഴിയിലെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് തുല്യമാക്കി. അദ്ദേഹം പിന്നീട് ദണ്ഡവിമോചനവും ഏർപ്പെടുത്തി. 1726 ബെനഡിക്ട് 13-ാമൻ പാപ്പ കുരിശിന്റെ വഴിയെ കൂടുതൽ സാർവത്രികവുമാക്കി. 1731 ക്ലെമന്റ് 12-ാമൻ പാപ്പ എല്ലാ ദേവാലയങ്ങളിലും കുരിശിന്റെ വഴി സ്ഥാപിക്കുവാൻ അനുവദിച്ചു. 14 സ്ഥലങ്ങൾ ആണ് കുരിശിന്റെ വഴിക്കെന്ന് നിജപ്പെടുത്തുകയും ചെയ്തു. അടുത്ത കാലത്ത് ചില സഭകൾ ഉത്ഥാനം എന്ന സ്ഥലം കൂടി കുരിശിന്റെ വഴിയിൽ ചേർത്തിട്ടുണ്ട്. 14 എന്നതിന് പകരം 16 വരെ സ്ഥലങ്ങളായി. സ്ഥലങ്ങളുടെ പേരും ഭാഗങ്ങളും പോലും പല ഇടത്തും മാറ്റിയിട്ടുമുണ്ട്. പലയിടങ്ങളിലും മോഡേൺ കുരിശിന്റെ വഴികളും മാറ്റി. പുനരാവിഷ്കാരങ്ങളായി, ഡ്രാമകളായി, ടാബ്ലോകളായി. 2 ഫ്രാൻസിസ്കൻ വൈദികരാണ് കുരിശിന്റെ വഴിയിൽ ഇത്രയേറെ പ്രചാരം നൽകിയത്. പോർട്ട് മോറിസിലെ മിസ്റ്റർ ലിയോണാർഡാണ് ഇതിനൊരാൾ. ഇറ്റലിയിലെ 500 ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കുരിശിന്റെ വഴി എഴുതിയത് വിശുദ്ധ അൽഫോൻസ് ഗ്രിഗോരിയാണ്. കുരിശിന്റെ വഴി നോമ്പ് കാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളും ചൊല്ലുന്നത് വിശുദ്ധ അൽഫോൻസ് ഗ്രിഗോരി പതിവാക്കുകയും ചെയ്തു. കുരിശിന്റെ വഴിയിലെ 3, 4, 6, 7, 9 എന്നീ സ്ഥലങ്ങളിൽ ബൈബിളിൽ വിവരിച്ചിട്ടുമില്ല. വിശുദ്ധ ബൈബിളിലെയും നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആണ് ആ സ്ഥലങ്ങളിൽ ഇതെല്ലാം കൂട്ടിച്ചേർത്തതും. ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു എന്നതും ബൈബിളിൽ കാണാത്തത് തന്നെയാണ്. കുരിശിന്റെ വഴി കൂടുതൽ ബൈബിൾ അധിഷ്ഠിതമാക്കുവാൻ ജോൺ പോൾ 2-ാമൻ പാപ്പ 1991 കുരിശിന്റെ വഴി പരിഷ്കരിച്ചു. അത് പല ദേവാലയങ്ങളിലും വായിക്കുന്നുമുണ്ട്. തുടർന്ന് റോമിലെ കൊളോസിയത്തിൽ എല്ലാ വർഷവും അത് അനുഷ്ഠിച്ചു പോരുന്നുമുണ്ട്. 2007 ബെനഡിക്ട് 16-ാമൻ പാപ്പ അത് പൊതു ആഘോഷമാക്കാനും അനുവാദം നൽകി. ബെനഡിക്ട് 16-ാമൻ പാപ്പ ഓരോ വർഷവും കുരിശിന്റെ വഴി എഴുതാൻ ഓരോരുത്തരെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. 2000 ജോൺ പോൾ 2-ാമൻ പാപ്പ തന്നെ ആ വർഷത്തെ കുരിശിന്റെ വഴി എഴുതിയിരുന്നു. കത്തോലിക്കരല്ലാത്തവരും കുരിശിന്റെ വഴിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് കൂടി അറിയണേ. നമ്മുടെ തന്നെ വളരെ പ്രശസ്തമായ പല ഭക്തിഗാനങ്ങളും ദേവാലയത്തിൽ ആലപിച്ചിരുന്നത് മിക്കതും തന്നെ അക്രൈസ്തവരാണ് എഴുതിയിരുന്നത്. വയലാർ രാമവർമ്മയുടെ രചനയിലുള്ള എത്രയോ ഭക്തിഗാനങ്ങൾ നാം ചൊല്ലി നടന്നു, നാം പാടി നടന്നു. അതുപോലെ തന്നെ ദേവാലയങ്ങളിൽ ആദ്യത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ കുരിശിന്റെ വഴിയുടെ ചരിത്രം നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.